നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീയാത്രേയൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയാത്രേയൻ രക്ഷാസ്ഥാനം. ഹാലലുയ ഹാലലുയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെ അത്ഭുത ദൃശ്യമായി സൂക്ഷിച്ച് പരിപാലിച്ചു. ഹാലേലുയ കർത്താവേ, ഞങ്ങളെ ഒരു നല്ല ദിവസത്തിലേക്ക് കൊണ്ടുവന്നു. അതോർത്ത് ഞങ്ങൾ നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ജീവിപ്പാൻ ആവശ്യമാർന്നതെല്ലാ ദൈവകൃപകളും അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ ഇന്നുവരെ പോറ്റി പുലർത്തിയ ദൈവം ഇന്നും നടത്തുവാൻ സർവശക്തനാ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാക്കണമേ. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒക്കെ കരുണയുടെ കാര്യം ഞങ്ങളെ ചേർത്ത് പിടിക്കണേ കർത്താവേ. ഹാലേലുയ. സമാധാനവും ദൈവകൃപയെ അനുഭവിക്കുന്ന പകൽക്കാലമായി തീരാൻ സഹായിക്കുമാറാകണമേ. സകല കാര്യാദികളും ചെയ്തെടുപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലലുയ. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന മക്കളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹാലലുയ. ഞങ്ങളുടെ കുടുംബത്തെ ദൈവസേനയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിദാനമായി തന്നെയാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഹാലലുയ. ഞങ്ങൾ എന്ത് ജോലി ചെയ്താലും എവിടെ പോയാലും എൻ്റെ അപ്പച്ചനോട് കൂടെയുള്ളവരായിരിക്കാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പനോട് ആലോചന ചോദിച്ചുകൊണ്ട് ദിനംതോറും നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാവുകൾ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ഓർക്കാതെ വണ്ണം കർത്താവ് ഞങ്ങളെ നിലനിർത്തി പരിപാലിച്ചതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. വീണ്ടും ഹാലേലുയ കർത്താവേ. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ, ഭാരത്തോടെ, വേദനയോടെയൊക്കെ അങ്ങയുടെ പാദപിടം ചാർന്നു വരുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, മറക്കാത്ത ദൈവം. ഹാലലുയ. അമ്മാർവോട് ചേർത്ത് അണയ്ക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. എല്ലാവരെയും ഉള്ളതുപോലെ കാണുന്ന ദൈവം, അവിടുന്ന് അറിയുന്ന ദൈവം, അവിടുന്ന് വ്യസനത്തിനുള്ള സകല മാർഗങ്ങളെയും എടുത്തു മാറ്റി ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ നടത്തേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു ദൈവമായ കർത്താവേ. ഈ സമയം ഹാലലുയ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിൽ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ് നല്ല ജയം കൊടുത്ത് മാനിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേപ്പർ നോക്കുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. എൻ്റെ ദൈവമായ കർത്താവ്, മറ്റ് വിവിധ കോഴ്സുകളുടെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ബുദ്ധിയും ആലോചനയും കൊടുക്കണം. നന്നായി പരീക്ഷ എഴുതി വലിയ മാർക്കോടെ പാസ്സാകാൻ സഹായിക്കണേ എൻ്റെ കർത്താവേ. സ്തോത്രം സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, ജോലി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, നീ അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുത്താട്ടെ. എൻ്റെ സ്വർഗം മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണമേ. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്യണം, നന്മകളെ പ്രാപിപ്പാൻ സഹായിക്കണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദൈവഭയത്തിലും കൃപയിലും ജീവിപ്പാൻ തൻ്റെ മക്കളെ സഹായിക്കണമേ. ശത്രു കാണാതുള്ള ഓരോ മക്കളെയും മറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത കുടുംബങ്ങളുണ്ട് കർത്താവേ, കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരുടെ മനസ്സലിയണമേ, കരുണ കാണിക്കണേ, സമാധാനപരമായി സന്തോഷമായി ജീവിപ്പാൻ ഇടയാക്കണമേ. ശത്രു ആരെയും കാണാതെ കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ബാലപീഠകമെല്ലാം വിടുവിക്കണം. കൃപയിൽ അവർ വളർന്നു വരുവാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തക്ക തുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഒരുക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ, അവരുടെ സങ്കടം ഓർക്കണേ അപ്പ. കുഞ്ഞുങ്ങളെ ദൈവമായ കർത്താവ് വിവാഹത്തിനായി ഒരുക്കണമേ. നല്ല കുടുംബജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണേ കർത്താവേ. ദൈവമായ കർത്താവ്, വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്.
ഈ ദിവസങ്ങളിൽ നടക്കണമെന്ന് വിവാഹത്തിനായിട്ടൊക്കെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും കുറവ് കൂടാതെ വേണ്ടുന്നതെല്ലാം തൻ്റെ മക്കൾക്ക് കൊടുത്ത് തൃപ്തിയോടെ തൻ്റെ കുഞ്ഞുങ്ങളെ വിവാഹത്തിലേക്ക് പ്രവേശിപ്പാൻ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹത്തിന് മനസ്സില്ലാതെ അനേക കുഞ്ഞുങ്ങൾ കർത്താവെ ഇങ്ങനെ പലവിധ ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വിവാഹത്തിനായിട്ട് തയ്യാറെടുക്കുവാൻ തക്കമുള്ളൊരു മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. അവർക്ക് തലമുറ നൽകി അനുഗ്രഹിക്കാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, ഗർഭിണികളായ കുഞ്ഞുങ്ങളെ കർത്താവ് കാത്തുസൂക്ഷിച്ച് പരിപാലിച്ചു സുഖപ്രസവം നൽകി നല്ല കുഞ്ഞിനെ തന്ന ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും കർത്താവെ, ഗർഭിണികളായ മക്കളെ സമർപ്പിക്കുക. എൻ്റെ ദൈവം അവരെയെല്ലാം കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. നല്ല ഗുണമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണേ കർത്താവെ. ദൈവമായ കർത്താവെ, ഭവനമില്ലാത്ത മക്കളെ, ഭവനം പണിയുന്ന മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭവനത്തിൻ്റെ പണികളൊക്കെയും പൂർത്തീകരിച്ച് അതിൽ പാർക്കുവാൻ എൻ്റെ മക്കൾക്കെല്ലാം ഭാഗ്യമൊരുക്കണമേ. കടഭാരമക്കളുമുള്ള മക്കളുണ്ടപ്പോൾ അവരെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ്, സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, മനസ്സലിവ് കാണിക്കണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ വിഷയങ്ങളും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പനെ അവർക്ക് മാനസാന്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുമീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. സ്വർഗം അവിടുന്ന് ഞങ്ങളെ സഹായിക്കും, നിശ്ചയമായും മാനിക്കും, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പേരുപേരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രോഗങ്ങളും ഓരോ രോഗികളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. നാഥാ, അങ്ങ് സൗഖ്യദായകനാ, മനസ്സലിവും കരുണയുമുള്ള ദൈവമാ. ആ പൊന്നുകരമൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും, എല്ലാ രോഗവും മാറിപ്പോകും. എൻ്റെ അപ്പനോടൊന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളൊക്കെ മാറട്ടെ. അപ്പോൾ ഓജസ്സും തേജസ്സും ഉണ്ടാകട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ജയം വിട്ടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. കടന്നു വരുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുന്നു. നാഥ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കണമേ കർത്താവേ. അപ്പോൾ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ മക്കളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണൽ, ദുഷ്ടപിശാചാരെയും തുടരുത്. കർത്താവിൻ്റെ കരവലയത്തിലുള്ള എല്ലാവരെയും പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ഓരോ നിമിഷവും ഞങ്ങളെ നടത്തുന്നതോർത്ത് നന്ദി പറയുക. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അപ്പോൾ ആശ്വസിപ്പിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.